ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് പാവയ്ക്ക കറിയാണ് കേട്ടോ. പാവയ്ക്ക ഇന്ന് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും കയ്പുള്ള കറിയാണെന്ന്. ഒട്ടും അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പാവയ്ക്ക കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്പ് ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ പാവയ്ക്ക കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിശയിച്ച് പോകുന്ന അത്രയും ടേസ്റ്റാണ് ഇതുപോലെ പാവയ്ക്ക കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പാവയ്ക്ക കറി ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കയ്പ് ഒട്ടുമില്ലാത്ത പാവയ്ക്ക കറി. അപ്പോൾ നമ്മൾ പാവയ്ക്ക കറി ഉണ്ടാക്കാനായിട്ട് ഇത് 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ പച്ച കളറുള്ള പാവയ്ക്കയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാവയ്ക്കയുടെ കയ്പ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പാവയ്ക്ക ഇതുപോലെ റൗണ്ടിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഉപ്പ് പാവയ്ക്കയിലേക്ക് തിരുമ്മി പിടിപ്പിക്കാം. നല്ലതുപോലെ നമ്മൾ തിരുമ്മി പിടിപ്പിക്കണം. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് പാവയ്ക്ക അരിഞ്ഞ ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ കഴുകിയതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഉപ്പെല്ലാം പാവയ്ക്കയിൽ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് പാവയ്ക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം, പാവയ്ക്കയിലെ വെള്ളമെല്ലാം നല്ലപോലെ നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റാൻ കഴിയും. പാവയ്ക്കയിലെ വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റുന്നത് കൊണ്ട് നമുക്കൊരു ഇത് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, 1 ഗ്ലാസ്സോളം വെള്ളമാണ് നമ്മൾ പാവയ്ക്കയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാവയ്ക്ക എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ അത് എണ്ണയിൽ ഇരുന്നോട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നല്ലതുപോലെ പാവയ്ക്ക ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാവയ്ക്ക ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ബ്രൗൺ കളറായി നല്ലതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് അത് വറുത്ത് കോരാം. അപ്പോൾ നമ്മളിതേ പാവയ്ക്കയെല്ലാം കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. പാവയ്ക്ക നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉലുവ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും അതേപോലെ നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം നല്ലതുപോലെ മാറി വരണം. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നല്ലപോലെ നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തക്കാളിയാണ്, അത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ചമണമെല്ലാം നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ പച്ചമണമെല്ലാം നല്ലപോലെ ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമെല്ലാം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മസാലകളും പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയ ശേഷം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് വേണമെങ്കിൽ നോക്കാം, നോക്കിയ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അത് ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരച്ച് വെച്ചിട്ടുള്ളതാണ്, അതൊഴിച്ച് കൊടുക്കാം.
കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ പുളിവെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കണം. ഇത് നല്ലപോലെ പുളിയെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. ഇനി മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാവയ്ക്കാക്കറി കാണുമ്പോൾ തന്നെ നമുക്കറിയുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കഴിച്ചു കൂടെ നോക്കുമ്പോഴോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാക്കറിയാണ്. മാത്രമല്ല പാവയ്ക്കാക്കറിയുടെ ആ ഒരു കയ്പ്പ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പാവയ്ക്കാക്കറി ഇഷ്ടമില്ലാത്ത എല്ലാവരും ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ പാവയ്ക്കാക്കറിയിലെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കക്കറി ഒട്ടും കയ്പില്ലാത്ത സ്പെഷ്യൽ പാവയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇനി പാവയ്ക്ക എപ്പോൾ കിട്ടിയാലും നിങ്ങൾ ഇതേ കറിയേ ഉണ്ടാക്കിയുള്ളൂ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ പാവയ്ക്കക്കറി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കയ്പില്ലാത്ത പാവയ്ക്കക്കറി, കൊതിയൂറുന്ന രുചിയുള്ള പാവയ്ക്കക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.